വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അജിക്ക വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ ഹൃദയം സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ്. ഒരാളും കൂടി ഉണ്ട് കേട്ടോ. അത് ചെറിയൊരു സ്റ്റോറിയാണ്. വളരെ കോയിൻസിഡൻറ്റ് പെട്ടെന്ന് 1 ഡേ കൊണ്ട് ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്. ഒന്നുമില്ല, ഇതിന് മുകളിൽ കാണുന്ന ജിമ്മിൽ ഞാൻ തിങ്കളാഴ്ച മുതൽ ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ ജിം ട്രെയിനറെ കണ്ടു. രജിസ്ട്രേഷൻ ഫീസ് കാലം കടച്ചപ്പാട് പറഞ്ഞു. അതിൻ്റെ ആളുടെ പേര് അഖിൽ എന്നാണ്. അഖിൽ ബ്രോനോട് പറഞ്ഞു, ബ്രോ എൻ്റെയിലും ഒരു എക്സ്പൾസ് ഉണ്ട്, നമുക്ക് ഞായറാഴ്ച എവിടെയെങ്കിലും പോയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ പെട്ടെന്ന് ചടപടെ പ്ലാൻ ചെയ്തു. അങ്ങനെ രാവിലെ 8 o'clock ഞാൻ ജിമ്മിന് താഴെ വന്നിട്ടാണ്. അഖിൽ ബ്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അഖിൽ ബ്രോ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നേരെ ഇവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യുക. എങ്ങോട്ടാണ് പോണേ, എവിടേക്കാണ് പോണേ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള മോട്ടോ വ്ളോഗ്, റൈഡ് വ്ളോഗുമായി നമുക്ക് ഇനിയും കാണാം. സോ സ്റ്റേ ട്യൂൺ. അങ്ങനെ അഖിൽ ബ്രോ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹായ് ഹായ്. അപ്പം അങ്ങനെ എന്തായാലും മോങ്ങ കഴിച്ച് പിന്നെ കാണാം. അപ്പോൾ ഞങ്ങൾ ടൈമാണ് ഞങ്ങൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു വിത്ത് അഖിൽ ബ്രോ. സോ ഞങ്ങൾ രാവിലെ 8 മണിക്കാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്ത്. സോ ഇന്നത്തെ യാത്ര എന്ന് വെച്ചാൽ നമ്മൾ പോകുന്നത് വാഗമൺ സൈഡിലുള്ള വരാട്ടുമേട് എന്ന ലൊക്കേഷനിലായിട്ടാണ്. മാത്രമല്ല അവിടെ ഉടുപ്പുണ്ണി എന്നുള്ള പ്ലേസും കൂടി ഉണ്ട്. അവിടെ കൂടി നിന്ന് കവർ ചെയ്യുന്ന ആഗ്രഹമുണ്ട്. അധികം ഓഫ് റോഡ് ചെയ്യുന്ന ഒരാളല്ല. പഴയ എക്സ്പൾസ് 200 ഉണ്ടായിരുന്നപ്പോൾ ചെറിയ ചെറിയ ഓഫ് റോഡിൽ പോകുന്നല്ലാണ്ട് എക്സ്ട്രീം ഓഫ് റോഡൊന്നും ഉണ്ടാവില്ല. പക്ഷേ അഖിൽ ഓൾറെഡി ഫിസിക്കൽ ജിം ട്രെയിനറാണ്. അപ്പോൾ ആളുടെ അത്രയും ഫിസിക്കൽ പവർ നമുക്ക് ഉണ്ടാവില്ലല്ലോ. സോ ആളുടെ ഓൾറെഡി ഒറ്റയ്ക്ക് കഴിഞ്ഞ ആഴ്ച വീക്ക് വന്നതാണ്. സോ ഈ സൺഡേ ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ രാവിലെ 8 മണിക്ക് ഓർഡർ ഇറങ്ങി. സോ മൺസൂൺ ടൈമിൽ വാഗമൺ കാണാൻ അതിമനോഹരമായുള്ള കാഴ്ചയാണ്. അത് നിങ്ങൾക്ക് ആ റൂട്ട് പോകണമെങ്കിൽ മനസ്സിലാവും. സോ ഞങ്ങളങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നേരെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഏകദേശം 125 കിലോമീറ്ററാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ എത്താൻ പോകുന്നത് ഇനിയെന്ന് വെച്ചാൽ ഇനി ഉൾപ്പുണ്ണിക്ക് കയറേണ്ട ഒരു പ്ലാനിങ് ആണ്. സോ അങ്ങനെ നമ്മൾ വാഗമണ്ണ് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഉൾപ്പുണ്ണി ചെറിയൊരു ഓഫ് റോഡ് ഉണ്ട്. ഓഫ് റോഡ് അങ്ങനെ കയറി. സോ ഇതാണ് നമ്മുടെ ഉൾപ്പുണ്ണിയിലോട്ട് ഇപ്പോൾ നമ്മുടെ ഓഫ് റോഡിൽ കിട്ടുന്ന എൻട്രൻസ്. ഈ വഴി പോകുമ്പോൾ അതിരസമാണ് കേട്ടോ. പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകാൻ വെച്ചാൽ രസമല്ലേ. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇടയിൽ സ്റ്റോപ്പൊക്കെ ചെയ്യാണ്ട് നേരെ സ്ട്രെയിറ്റ് തിരിച്ചു. ഞങ്ങൾ പുളിപ്പൊടി എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ വ്യൂ നമുക്ക് കാണാം. ഓക്കെ. അങ്ങനെ നമ്മൾ വരാട്ടുമേട് റീച്ച് ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം കുടിച്ചൊന്ന് പവറാക്കാൻ നിൽക്കുകയാണ് കേട്ടോ.
വേണ്ട 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 വേണ്ട, ഇട്ടളയും. ഇല്ല കൈട്ട് ഞാൻ കറിക്കുവാ. വീണുണ്ട്, കുഴപ്പമില്ല, എടുത്തില്ല. കേട്ടിക്കോ. മാർഗോ. കേട്ടു. പോരാ ഒന്നുകൂടി റിവേഴ്സ്. ഒന്നുകൂടി ഇല്ലേ? ആ കല്ല് മാറ്റിത്തരാം. ഒന്നുകൂടി റിവേഴ്സ് പുള്ളി ആണോട്ടാ. റിവേഴ്സ് പുള്ളി എടുത്തിട്ട് ആ നോക്കാം. ഇല്ല ബ്രോ, അത്ര തോട്ട് കൊടുക്കണ്ട. വാ 3, 2, 1. പയ്യെ. സെക്കൻഡ് പിടിച്ചോട്ടാ. ഓഫ്, ഇത് പണിയാണല്ലേ. പിന്നെ കേട്ടോ, ഇല്ല വേണ്ട ഞാൻ കയറ്റിക്കോളാം കേട്ടോ. ഞാൻ രാവിലെ അയ്യോ ശരിയാണ്ടാ, ടയർഡായി. പുറകിൽ നിന്ന് മറിക്കോ. സംഭവം ഷോർട്സ് ആക്കിയിട്ട് വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ കോപ്പറത്ത് ചാർജ് ചെയ്യുന്നു. അപ്പോൾ അഖിൽ ബ്രോൻ്റെ ക്യാമറയെടുത്ത വീഡിയോ ആണ് ഷോർട്സ് ആയിട്ട്. അപ്പോൾ ക്ഷമിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ കഷ്ടപ്പാടിന് ശേഷം ഞങ്ങൾ വരാട്ടുമേട് പാലകുമ്പാറ എത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ, അപ്പുറത്ത് വേറെ കോൺക്രീറ്റ് വഴി ഉണ്ടാകും. അഖിൽ ബ്രോ ഇതിൽ തന്നെ പോയാൽ മതി. എൻ്റെ പൊന്നെ, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്ട്രീം ഓഫ് റോഡ് കേട്ടോ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ വരാട്ടുമേട് റീച്ച് ആയിരിക്കുന്നു കേട്ടോ. യെസ്, വേറെ സാധനം കാണിച്ചാൽ അത് എക്സ്ട്രീമാണ് കേട്ടോ. എക്സ്പൾസ് കയറും, ബാക്കി വേറെ എന്താണ് കയറും. പക്ഷേ ഈ സാധനം കൊണ്ട് കയറാൻ വെച്ചാൽ ടാസ്ക് ഉണ്ട്. അത് നോക്കി, നിഞ്ച 1000X. ഓ, ഇത് അപ്രീഷിയേറ്റ് കേട്ടോ. ഈ സാധനം വരാട്ടുമേട് കൊണ്ടാച്ചാൽ ചെറിയ ടാസ്ക് അല്ല. എന്തായാലും ഹാറ്റ്സ് ഓഫ് ചെയ്തു. ഇത് കയറ്റിയില്ലോ അങ്ങനെ അഖിൽ ബ്രദർ പോകുന്നു. അരിവ് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വന്നു കേട്ടോ. പക്ഷെ ഇത് ഒറ്റയ്ക്ക് വേണം ഞാൻ പറയില്ല, നല്ല അത്യാവശ്യം ഇവയാണ്. ഞങ്ങൾ അപ്പുറത്തെ വഴി പിടിച്ചത്. ഞാൻ സൂപ്പർ വ്യൂ ആണ്. ഐ തിങ്ക് യു ലൈക്ക് ഇറ്റ്. എല്ലാവരും വരണമെങ്കിൽ വരാട്ടുമേട് ഭാഗം വഴിയാണെങ്കിൽ ഈ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ അഖിലിപ്പം എൻ്റെ DSLR ഉണ്ട്, കുറച്ച് ഫോട്ടോസൊക്കെ ഇടാന്ന് വെച്ചു. അങ്ങനെ വണ്ടീനൊക്കെ മുകളിലൊക്കെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ 2 വണ്ടി ഒരുമിച്ച് വീഡിയോ ഒക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത്. സോ മാത്രമല്ല, വണ്ടിയിൽ ഫുള്ള് എയർ കുറച്ച് കയറുന്നു കേട്ടോ. ഓഫ് റോഡ് വരുമ്പോൾ എയർ കുറയ്ക്കാന്നല്ല പറയാം. അങ്ങനെ എയർ കുറച്ചപ്പോൾ അഖിൽ ബ്രോണല്ലേ ഇപ്പം മറ്റേ എയർ പമ്പ് ഉണ്ട്. സോ 2 വണ്ടിയിൽ എയർ അടിക്കാനുള്ള പ്രിപ്പറേഷനാണ്.
സോ നിങ്ങൾക്ക് വരാട്ടുമേട് ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സോ എൻ്റെ ഗോപ്രോൻ്റെ ക്യാമറ ഇപ്പോൾ ഓഫായതുകൊണ്ടാണ് കുറച്ച് ഷോർട്സൊക്കെ മിസ്സായത് കേട്ടോ. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി നമ്മൾ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ.